ഹലോ സുഹൃത്തുക്കളെ, എന്തുണ്ട് വിശേഷം? അങ്ങനെ ഒരു ചെറിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഇന്ന് നല്ല ട്രാഫിക്കാണ്. നമ്മൾ നെതർലാൻഡിൽ നിന്ന് ലോഡ് എടുത്തിട്ട് പോളണ്ടിലോട്ട് പോവുകയാണ്. ഇന്ന് എൻ്റെ കൂടെ പുതിയൊരു അതിഥിയുണ്ട്, മിനു. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. പുള്ളി ആദ്യമായിട്ട് ട്രെയിലറിൽ വന്നിട്ട് ഇപ്പം 2 ദിവസം കൊണ്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട് ആശാൻ. വലിയ വണ്ടിയൊക്കെ ഓടിച്ച ആൾ തന്നെ, ട്രെയിലറിൽ ആദ്യമായിട്ട്. അപ്പം ക്ലിയർ ഇല്ല, എന്ത് പറ്റിയാണ്? പുള്ളി ഡയറക്റ്റ് പോളണ്ടിൽ വന്ന ആളല്ല, മാൾട്ടയിലാണ് വന്നത്. മാൾട്ടയിൽ വന്നിട്ട് എന്താണ് അവിടെ നിന്ന് വർക്ക് കഴിഞ്ഞിട്ടല്ലേ? ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ, അവിടെ ലൈസൻസ് എടുക്കാൻ ഡേറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ടെർമിനേഷനായി. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ പോളണ്ടിൽ നമ്മുടെ കമ്പനിയിൽ വന്നു. ഇവിടെ വന്നിട്ട് കോഡ് 95 ഒക്കെ എഴുതി കയറി. എത്ര നാളെടുത്തു ഇവിടെ വന്നിട്ട്, ഈ പോളണ്ടിൽ വന്നിട്ട്? 2 മാസം. 1 മാസം ക്ലാസ് ഉണ്ടായിരുന്നല്ലോ കോഡ് 95. 1 മാസം 21 ദിവസം കോഡ് 95ൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എല്ലാം കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. നല്ല പഠിച്ചാൽ മതി കണ്ടാ, പഠിച്ചാൽ മതി, ഈസി ആയിട്ട് എഴുതിയെടുക്കാം. സ്മിനു എത്ര വരെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്? 10 വരെ പഠിച്ച ആണ് സ്മിനു. അപ്പോൾ 10 വരെ പഠിച്ച് പുള്ളി ഈസി ആയിട്ടാണ് എഴുതിയെടുത്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയോ? ഫസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ കോഡ് 95ൻ്റെ നിങ്ങളെ ഡൗട്ട്, പ്രശ്നങ്ങൾ ഒക്കെ മാറി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. നല്ല ട്രാഫിക്കുണ്ട്. അങ്ങനെ പോകുന്നു. അവനൊന്ന് കയറ്റി വിട്ടു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ പോണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്വീഡനിൽ പോയിരുന്നു. അപ്പോൾ എന്താണ്, സ്വീഡനിൽ പോയപ്പോൾ ആ ഷിപ്പിനകത്ത് വണ്ടി കയറ്റുന്ന വീഡിയോ കൂടെ ഞാൻ ഇതിലോട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ സ്വീഡനിൽ പോകാൻ വേണ്ടി, പോളണ്ട് ടു സ്വീഡൻ പോകാൻ വേണ്ടിയിട്ട് ഷിപ്പിനകത്തോട്ട് കയറുന്ന കാഴ്ചയാണ്. ഫസ്റ്റ് ടൈമായിരുന്നു ഇങ്ങനൊരു ഷിപ്പ് യാത്ര. എന്തൊക്കെയായിരുന്നാലും ഇതൊക്കെ ഒരു രസമായിരുന്നു. ഇങ്ങനെ സെക്യൂരിറ്റി പറയുക റൈറ്റിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് അവിടെ നിന്ന് റൈറ്റിലോട്ട് വണ്ടി എടുത്ത്. പിന്നെ നേരെ മുകളിലോട്ട് പോകാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. പിന്നെ അടുത്തൊരു സെക്ഷനിലോട്ട്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ചെറിയൊരു ഇതുണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ടൈം ആയില്ലേ എന്നുള്ള ഒരു ഇതിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ മുകളിലോട്ട് കയറുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നും പല യൂട്യൂബേഴ്സും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ പോകുമ്പോൾ നമുക്കൊരു രസം, അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തത്. അങ്ങനെ അവിടെ ഒരു തിട്ടയുണ്ട്. ആ തിട്ട അടുത്ത് എത്തിയത് വണ്ടി അങ്ങ് ഓഫായില്ല, നിന്നുപോയി. അപ്പോൾ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ആണ് എടുത്തത്. വേറൊരു ഗിയറുണ്ട്, ഗിയർ. ആ ഗിയറിലോട്ട് ഇട്ടിട്ട് എടുത്ത് പണ്ട് നിന്ന് പയ്യെ മെല്ലെ അങ്ങ് കയറി പോയി. അങ്ങനെ
ഷിപ്പിലെ പാർക്കിങ്, ഷിപ്പിനകത്ത് വണ്ടി പാർക്ക് ചെയ്യണം. അവർ മാക്സിമം എങ്ങനെയാണ് വണ്ടി അടുപ്പിച്ചടുപ്പിച്ചായിടുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഫ്രീ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബോർഡിംഗ് പാസ് പോലെ ഒരു ടിക്കറ്റ് തരും. എനിക്കുണ്ടായിരുന്നു, അമ്മലിനുണ്ടായിരുന്നു, പിന്നെ എന്താണ് വണ്ടിക്കുണ്ട്. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് നമ്മൾ കൊണ്ടുവന്ന് അവിടുത്തെ കഫ്റ്റീരിയയിൽ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡുണ്ട്, അത് കഴിക്കുന്നു. ഫുഡ് പിന്നെ അറിയാമല്ലോ, അവരുടെ ഒരു ടൈപ്പ് ഫുഡുകളായിരുന്നു. കുഴപ്പമില്ല, എന്നാലും നല്ല രസമായിരുന്നു ഷിപ്പ് യാത്ര. 6-7 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര. നല്ല രീതിയിൽ കിടന്നുറങ്ങി. അങ്ങനെയാണ് കാര്യങ്ങൾ. മാക്സിമം അടുപ്പിക്കാൻ പറയും. വന്നിട്ട് മാക്സിമം അടുപ്പിക്കാൻ ഫാമിലി പറയുന്നുണ്ട്. വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുകയാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ലാൻഡ് കഴിഞ്ഞാൽ വന്ന് ഗ്ലാസ്സിലൊക്കെ തട്ടും. പക്ഷെ അവർക്ക് എത്ര കോൺഫിഡൻസ് ആയിരിക്കും, സ്ഥിരം ചെയ്യണമില്ലേ ഇത്ര അടുപ്പിച്ചിടുമ്പോഴത്തേക്കുള്ള.